കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഗരം മസാല നമുക്ക് ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി ഇട്ടുള്ളത് ചെമ്മീൻ റോസ്റ്റ്. നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഹായ്, നമസ്കാരം. ഓട്ടോഫൈ ലൈഫ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുമാണ്. ചെറിയ ഉള്ളി ഇട്ടുള്ളത് ചെമ്മീൻ റോസ്റ്റ്. 1 കിലോയ്ക്ക് അടുത്ത് ചെമ്മീൻ പൊളിച്ചെടുത്തതാണ്. എന്നാലും ഒരു 1/2 കിലോ മേളിൽ കാണത്തില്ലല്ലോ. അപ്പം നമ്മൾ ഈ ചെമ്മീൻ ആദ്യം ഒന്ന് വറുത്തെടുത്തിട്ടാണ് നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചെമ്മീൻ ഒന്ന് മസാല പുരട്ടിയെടുക്കാം. ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ശകലം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ശകലം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പൊടി ഇട്ട് കൊടുക്കാം. അടുപ്പ് കത്തിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ അധികം ഡീപ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചെമ്മീൻ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. നമുക്ക് ഒരു ബാച്ച് കൂടെ ഇടാനുണ്ട്. രണ്ടാമത്തെ ബാച്ചും ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. 1 കിലോ ചെമ്മീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഉള്ളി വരുമ്പം 1/2 കിലോയെ കാണത്തുള്ളൂ. അത് ഫ്രൈ ആക്കി വരുമ്പോൾ പിന്നെ ഒട്ടും കാണത്തില്ല. ഇപ്പോൾ ചെമ്മീനൊക്കെ വിലക്കുറവുണ്ട് കേട്ടോ. 200 രൂപയുള്ളൂ 1 കിലോ വില. കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞാണ് നമ്മൾ ആ എണ്ണയ്ക്കകത്ത് തന്നെ ഇടുന്നത്. ആ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കും. നല്ലപോലെ ഒന്ന് റോസ്റ്റായി വരട്ടെ. ഫ്രൈ ചെയ്ത എണ്ണയാണ്ട് എണ്ണ നല്ലപോലെ ചൂടായി കിടക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ റോസ്റ്റായിട്ട് വരും. അപ്പോൾ നമുക്കിനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്കൊരു ശകലം ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി മീൻ വറക്കുന്നതിന് മുമ്പ് മീൻ വറക്കാനുള്ള മസാലയ്ക്ക് ഉപ്പിട്ടാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഉപ്പ് നോക്കിയിട്ടേ ഇടാവുള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ അവസാനം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഒരു 3/4 ഭാഗം വഴന്ന് വന്നിട്ട് നമുക്കിനി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് തക്കാളിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അടക്കി വെച്ച് വെച്ചേക്കാം. അതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ. നല്ല മഴക്കാറാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഇത് എടുത്തുകൊണ്ട് ഓടേണ്ടി വരുമെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ സവോളയും തക്കാളിക്കൊക്കെ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 നുള്ളു മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, ഓരോരുത്തരുടെ എരിവിന് ആവശ്യം അനുസരിച്ച് മുളക് പൊടി ഇടാം. ഗരം മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. ഗരം മസാല നമ്മുടെ ചിക്കൻ മസാലയാണല്ലോ ഇട്ട് കൊടുത്താൽ മതി. ഒരു ശകലം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല നല്ലൊരു മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഗ്രേവിയുടെ ഉപ്പൊക്കെ നോക്കിയേക്കാം. ശകലം ഉപ്പ് കുറവുണ്ട്. നമുക്കൊരു ശകലം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീനെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ
മസാലയെല്ലാം നമ്മളെ ചെമ്മീനിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വയ്ക്കാം. അപ്പോൾ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിനി തുറന്ന് വെച്ച് ഒരു 2-3 മിനിറ്റ് എടുത്ത് ഈ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കുക. നമ്മൾ റോസ്റ്റ് ആകുമ്പോഴത്തേക്ക് നല്ല തിക്കായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ വെള്ളം ഇതിൻ്റെ ഗ്രേവി ഒന്ന് വറ്റിച്ചൊന്ന് തിക്ക് ഗ്രേവിയാക്കി എടുക്കാം. ഇങ്ങനെ ഇതിലേക്ക് ഒരു ശകലം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു ശകലം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ചെമ്മീൻ റോസ്റ്റൊക്കെ നല്ലപോലെ വറ്റി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ നോക്കുന്നില്ല, കാരണം എനിക്ക് ചെമ്മീൻ ചെറിയൊരു അലർജി ഉണ്ട്. എൻ്റെ തൊണ്ടയൊക്കെ ചൊറിയാനുള്ള ഒരു ഇതുണ്ട്. അതുകൊണ്ട് ഒക്കെ നമ്മൾ വീട്ടുകാർക്കും കൊച്ചിനും വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പം അവർ കഴിച്ചിട്ട് അത് അഭിപ്രായം പറയും. പക്ഷേ അവർക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അവർ വരുന്നില്ല. അപ്പം ഞാനുണ്ടാക്കിയ റെസിപ്പിയിൽ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.